ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ രാവിലത്തെ എൻ്റെ ഒരു കുഞ്ഞ് മോർണിംഗ് റൂട്ടീൻ കണ്ടാലോ. ലാക്കിക്കുട്ടിനെ വിടുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് വേണ്ടോ അവനെ കൊണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ രാവിലെ ഇടിയപ്പം ഗ്രീൻ പീസ് കറി ആക്കാമെന്നുള്ള ഐഡിയ ഞാൻ നേരത്തെ തീരുമാനിച്ചുകൊണ്ട് അത് തന്നെ രാവിലെ ആക്കാമെന്ന് കരുതി കേട്ടോ. ഗ്രീൻ പീസ് ഞാൻ ആദ്യമേ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മാവ് ആദ്യമേ കുഴച്ച് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ തണുക്കുമ്പോഴത്തേക്കും ബാക്കി ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാവർക്കുള്ള തേയില വെള്ളവും എനിക്കുള്ള ഗ്രീൻ ടീ ഒക്കെ ആക്കാമെന്ന് കരുതി കേട്ടോ. കുറച്ച് ഇഞ്ചി ചതച്ചിട്ടാട്ടോ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കുടിക്കാൻ വേണ്ടി. ഞാൻ ഗ്രീൻ ടീയിലും അതേ കണക്ക് ഒരു കുഞ്ഞ് കഷ്ണം എടുത്ത് ചായച്ചിട്ടിട്ട് ഇട്ടാട്ടോ കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് ഗ്രീൻ ടീ കുടിക്കാനും ഒരു ഇഷ്ടം തോന്നും. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് സമയം അതിൻ്റെ ലക്കിക്കുട്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ട് സമയമാവുന്നല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ബാക്കിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ വേഗം ലക്കിക്കുട്ടിനെ പോയി വിളിക്കാൻ ചെന്നു കേട്ടോ. ഭയങ്കര മടിയാണ് കേട്ടോ അവനെ എണീക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ചില ദിവസങ്ങളിൽ നല്ല സന്തോഷം എണീച്ചു കേട്ടോ. പക്ഷെ ഇന്ന് അത്ര അങ്ങോട്ട് മൂഡ് ശരിയായിരുന്നില്ല. പക്ഷേ ആശ ഞാൻ കുറേ നേരം കളിപ്പിച്ച് ചിരിപ്പിച്ചൊക്കെ എങ്ങനെയൊക്കെയോ ഞാൻ എടുത്തുകൊണ്ട് വന്ന് സോഫയിലൊക്കെ കിടത്തിയപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര കാര്യമായിട്ട് ശരി അമ്മയെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നിന്ന് കേട്ടോ. പിന്നെ ഞാൻ നേരെ അടുക്കളയ്ക്ക് പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. ഇടിയപ്പം പെട്ടെന്ന് അടുപ്പത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്കുള്ള പരിപാടികൾ നോക്കണമല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇടിയപ്പം ഒന്ന് സെറ്റ് ചെയ്ത് അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ പറ്റി നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ആദ്യമേ ചെയ്ത് കേട്ടോ. പിന്നെ ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടോ. ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്ന കുറച്ച് തേങ്ങയും പെരിജീരകവും എടുത്ത് ഒന്ന് വറക്കും കേട്ടോ. വറുത്തിട്ട് അതൊന്ന് അരച്ചെടുത്ത് ആ കറിയിലേക്ക് ഒഴിക്കും കേട്ടോ. അതാണ് എൻ്റെ പ്രധാനമായിട്ട് ഞാൻ ഗ്രീൻ പീസ് കറിയിലേക്ക് ചേർക്കുക കേട്ടോ. അതിനകത്തേക്ക് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും പിന്നെ കുരുമുളക് പൊടിയും കൂടെ ആട്ടോ ഞാൻ ചേർക്കുക. അത് ആവശ്യത്തിന് എരിവിന് മാത്രം കുരുമുളക് പൊടി ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കും കേട്ടോ. അതും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഞാൻ കടു വറുത്തൊഴിക്കും. നല്ലോണം കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും നല്ല വറ്റൽമുളകും ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് കടു വറുത്ത് അതിലേക്ക് ഒഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇത്ര പറഞ്ഞാൽ അറിയില്ല. അത് ഇടിയപ്പത്തിൻ്റെ കൂടെ തന്നെ കഴിക്കുകയും വേണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അച്ചുവേട്ടന് വേണ്ടി ഞാൻ കുറച്ച് വീശപ്പ് ഉണ്ടാക്കി കേട്ടോ. കുറേ ദിവസം എന്നോട് പറയുന്നത് വീശപ്പ് ഉണ്ടാക്കിത്താന്ന്. അതുകൊണ്ട് ഞാൻ പാവത്തിന് വീശപ്പും ഉണ്ടാക്കി കൊടുത്തു. ഗ്രീൻ പീസ് കറിയും റെഡിയായി. എൻ്റെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, ഒക്കെ ഞാൻ കഴുകി വെച്ചിട്ട് ഞാൻ ലക്കിക്കുട്ടിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. പെട്ടെന്ന് തന്നെ പല്ലൊക്കെ തേപ്പിച്ച് അവനെ ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വിടാനുള്ള തയ്യാറെടുപ്പാണ്. ബൈ, സീ യു.